വെൽക്കം ബാക്ക് ടു മഞ്ഞു പോലൊരു ഫാമിലി വ്ലോഗ്സ്. നമ്മുടെ കുഞ്ഞു ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലിൽ കയറി ഈ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ 2 ദിവസം മുന്നേ മാതാവിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയെ പറ്റിയും അതിനെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നേർച്ച വസ്തുക്കളുണ്ട്. വളരെ വിലയേറിയ നമ്മുടെ ലൈഫിനെ ഒരുപാട് സ്വാധീനിക്കുന്ന നേർച്ച വസ്തുക്കളുണ്ട്. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി കാശ് രൂപം. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്ക് ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മഴ പെയ്യുന്ന സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോ എടുക്കാൻ തന്നെ വൈകി പോയായിരുന്നു. അപ്പം അതിലെപ്പോഴും മഴ പെയ്യുന്നത് കൊണ്ട് നമ്മൾ മിക്കവാറും ഈ വീഡിയോയിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും വിചാരിച്ചിട്ടാണ് നമ്മൾ മഴ കുറയാൻ നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പം മഴക്കാലമാണ്, എപ്പോഴും മഴയുള്ളത് കൊണ്ട് വീഡിയോയ്ക്ക് ഇടയിൽ കൂടി ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അടുത്ത വീഡിയോ നമ്മൾ കുറച്ചുകൂടി മഴയില്ലാത്ത സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ നേർച്ച വസ്തുക്കളുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നേർച്ച വസ്തുക്കൾ എന്ന് പറയുന്നത് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, മാതാവിന്റെ കാശ് രൂപം. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു 3 നേർച്ച വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഭക്തിയോടെ മാതാവിനോട്, കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയെ കൂടെ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വേണം നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്, നേർച്ച വസ്തുക്കൾ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ വിശ്വാസ പ്രമാണം എന്താണെന്നുള്ളത് ഞാനിപ്പോ ഒന്ന് ചൊല്ലിത്തരാം. മിനിക്കുട്ടി, മമ്മി വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ കൂടെ ഏറ്റു ചൊല്ലണം കേട്ടോ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. കൈ കൂപ്പി പിടിച്ചേ, കൈ കൂപ്പി പിടിച്ചേ. കൈ കൂപ്പി പിടിക്കാൻ എങ്ങനെ കൈ കൂപ്പി പിടിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ കൈ കൂപ്പി പിടിച്ചേ. കുഞ്ഞായതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ ബാക്കി പ്രാർത്ഥന കൈ കൂപ്പി പിടിച്ചോളാം കേട്ടോ. ഓക്കെ. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. കൈകൊപ്പി പിടിക്കാൻ. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയ ശേഷം വേണം നമ്മൾ നേർച്ച വസ്തുക്കൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, മിടിക്കായിട്ട് ചൊല്ലി കേട്ടോ. നല്ല കൊച്ചാണ്, മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മമ്മി ബാക്കി പറഞ്ഞു കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നേർച്ച വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ എസ്പെഷ്യലി ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കത്തോലിക്കരായിട്ടുള്ള ആളുകളാണെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് അല്ലെങ്കിൽ കുമ്പസാരം അനുഷ്ഠിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം മാത്രമാണ് നമ്മൾ ഈ ഉടമ്പടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് കേട്ടോ. അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് വിശുദ്ധ കുർബാന കുമ്പസാരം ഒന്നുമില്ല. അവർക്ക് മാതാവിനോട് പ്രാർത്ഥിച്ച് ഈ നേർച്ച വസ്തുക്കൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഉടമ്പടി കാര്യം ഞാൻ പറഞ്ഞുതരാം. കൃപാസനം ആരാധനയിൽ വെഞ്ചരിച്ച പരിശുദ്ധ ഉടമ്പടി തൈലത്തിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് നെറ്റിയിൽ കുരിശു വരച്ച് ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗ്ഗസ്ഥനായ പിതാവിയും 7 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലി ദിവസവും നമ്മൾ നമ്മുടെ ഉടമ്പടി പുതുക്കേണ്ടതാണ്.
രോഗാവസ്ഥയിലും മനത്തകർച്ചയിലും ഇരിക്കുന്നവർ വെഞ്ചരിച്ച ഒലിവ് എണ്ണ പ്രാർത്ഥിച്ച് മാതാവിന്റെ ദിവസങ്ങളായ ശനിയാഴ്ചയും ബുധനാഴ്ചയും ഉള്ളിൽ സേവിക്കുകയും വേദനയുള്ള സ്ഥലത്ത് പുരട്ടുകയും ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഉടമ്പടി തൈലത്തെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞു തന്നത് കേട്ടോ ഗൈസ്. ഉടമ്പടി തൈലം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് കാണിച്ചു കൊടുത്തേ. ഇതാണ് കേട്ടോ ഉടമ്പടി തൈലം എന്ന് പറയുന്നത്. ഇതാണ്. പൊന്നു പിടിച്ചോ, താഴെ കളയാതെ പ്രാർത്ഥിച്ചോടെ പിടിച്ചോണം കേട്ടോ. ഓക്കെ, ഇതാണ് ഉടമ്പടി തൈലം. ഓക്കെ, ഈ ഉടമ്പടി തൈലം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. വിശുദ്ധ കുർബാന നമ്മുടെ അച്ഛന്മാര് ഈ ഉടമ്പടി തൈലം ഒക്കെ തരുന്നത് വെറുതെ നമുക്കൊരു കാര്യം എടുത്ത കാര്യമല്ല ചെയ്യുന്നത്. അവർ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ടാണ് നമുക്ക് ഈ നേർച്ച വസ്തുക്കളെല്ലാം, ഉടമ്പടി തൈലം ഉൾപ്പെടെയുള്ള എല്ലാ നേർച്ച വസ്തുക്കളും വെഞ്ചരിച്ച് തരുന്നതാണ്. അവർ വിശുദ്ധ കുർബാന ചൊല്ലിയ ശേഷം 12 തരം പ്രാർത്ഥനകൾ ചൊല്ലി യേശു കർത്താവാണെന്ന് അതിലും കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് റോമ 10:9 അനുസരിച്ചുകൊണ്ട് ലൂക്ക 2:30 അനുസരിച്ച് രക്ഷ പ്രാപിക്കുമെന്ന രീതിയിൽ രക്ഷ യേശുക്രിസ്തുവാണെന്ന് എല്ലാ രീതിയിലും യേശുവിനെ പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഉടമ്പടി തൈലം നമുക്കായിട്ട് വെഞ്ചരിച്ചു തരുന്നത്. അപ്പം അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഈ ഉടമ്പടി തൈലം കാണിച്ച മോനെ. ഓക്കെ, അതെ, ഇവിടെ മമ്മി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഈ ഉടമ്പടി തൈലം നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വിശ്വാസപ്രമാണം നമ്മൾ ഇതേ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞ ശേഷം വേണം നമ്മൾ ഉടമ്പടി തൈലം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് കേട്ടോ. അത്രയും ഭയഭക്തിയോടെ വിശ്വാസപ്രമാണം ചൊല്ലി നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞ ശേഷം വേണം നമ്മൾ ഉടമ്പടി തൈലം കൈകാര്യം ചെയ്യാൻ. നമുക്ക് ഒരുപാട് വേദനകളുള്ള സമയത്ത്, നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും വേദനകൾ അനുഭവിക്കുന്ന സമയത്തൊക്കെ ആ വേദനയുടെ ഭാഗത്ത് നമുക്ക് വിശ്വാസത്തോടെ ഈ ഉടമ്പടി തൈലം നമുക്ക് പുരട്ടാവുന്നതാണ് കേട്ടോ. അപ്പം ആ ഒരു 1-2 വചനങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വചനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. റോമ 10:9 എന്താന്ന് വെച്ചാൽ ആകയാൽ, പൊന്നു പറഞ്ഞേ, ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രണ്ടാമത്തെ വചനം ലൂക്ക 2:30-31 കേട്ടോ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അതായത് നമ്മൾ അത്രയും വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമുക്ക് വേദനയുള്ള സ്ഥലത്ത് നമ്മളിത് പുരട്ടി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു വേദന മാറും. മാതാവ് നമുക്ക് മാറ്റിത്തരും. ഈശോ വഴിയായിട്ട് ഈശോ നമ്മുടെ കൂടെ വരും. നമ്മുടെ കൃപാസന മാതാവ് നമ്മുടെ വേദന മാറ്റിത്തരുന്ന ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ തൈലം കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഏതാ? ഉപ്പൂടെ കാണിച്ചു കൊടുക്കണം. അത് മമ്മി ഉപ്പ് എടുത്തു തരാം. ഓക്കെ, ഇത് ഉപ്പ് കാണിച്ചു കൊടുത്തേ. മേടിക്കും. ഇവിടെ വന്നു താഴെ കളയാതെ മുറുക്ക പിടിച്ചേ മോനെ, മുറുക്ക പിടിച്ചേ. മമ്മി പറഞ്ഞു കൊടുക്കാം ചെറുതേ. ഓക്കെ. അപ്പൊ നമ്മൾ മിന്നിക്കുട്ടി പറഞ്ഞതുപോലെ നമുക്ക് അടുത്ത് നമ്മുടെ ഉപ്പാണ് കേട്ടോ. അതായത് ഉടമ്പടി തൈലം മനസ്സിലാക്കി നമുക്ക് വേദന എവിടെയാണുള്ളത് പുരട്ടി കൊടുക്കാനുള്ളതാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ നേർച്ച വസ്തുക്കൾ ഒന്നും നമുക്ക് എന്നാൽ നമുക്ക് എന്താ പറയുക, ഉപ്പാണെങ്കിൽ നമുക്ക് ഇത്രയും ഉണ്ട്, കുറച്ചെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാം, അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഈ ഉടമ്പടി എടുത്ത ആളുകൾക്ക് മാത്രമേ ഈ നേർച്ച വസ്തുക്കളെ കൈകാര്യം ചെയ്യാനൊരു അധികാരമുള്ളൂ. അപ്പൊ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കണം. അവർക്ക് ഉടമ്പടി ഇല്ല, അവർക്കത് വയ്യാണ്ട് ഇരിക്കുവാണ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ അറിയുന്ന ഒരാൾ, ആരെങ്കിലും ഒരാൾ നമുക്ക് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കേൾക്കുന്ന ഒരാൾ അവർക്ക് വയ്യ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ സംഭവം നമ്മുടെ എന്താ പറയുക നേർച്ച വസ്തു കൊണ്ടുപോയിട്ട് നമുക്ക് അവർക്ക് പുരട്ടി കൊടുക്കാനോ ഉപ്പ് കൊടുക്കാനോ ഒക്കെ പറ്റും കേട്ടോ. നമ്മളായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ലാതെ ഒരു കാരണവശാലും ഒരു പാത്രത്തിലേക്ക് പകർന്ന് കൊടുത്തു വിടാം, അങ്ങനെ കൈമാറ്റം ചെയ്യരുത് കേട്ടോ. നമ്മൾ അവർക്ക് കൊടുക്കരുതെന്നല്ല, അവർക്ക് കൊടുക്കാം. നമ്മളായിട്ട് ചെന്ന് നമ്മൾ അവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. മോനെ അത് കുളിക്കരുത്, മര്യാദയ്ക്ക് പിടിച്ചേ കേട്ടോ. മാതാവിനോട് പ്രാർത്ഥനയോട് പിടിച്ചോണം. ഓക്കെ, അടുത്തത് ഉടമ്പടി ഉപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതും നമ്മൾ ഉടമ്പടി ഉപ്പും കൈകാര്യം ചെയ്യുമ്പോൾ വിശ്വാസപ്രമാണം വിശ്വാസത്തോടെ ചൊല്ലി മാത്രമേ യൂസ് ചെയ്യാവൂ, മറന്നു പോകരുത്. അതാണ് ഉടമ്പടി ഉപ്പ്. പറഞ്ഞേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ എന്താ പറയാ നമ്മുടെ യോഗ്യത കൊണ്ടോ അല്ല, പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ടും മാതാവിന്റെ അനുഗ്രഹം കൊണ്ടുമാണ് നമുക്ക് ഈ ഒരു നേർച്ച വസ്തുക്കളെ കൈ പിടിച്ച് നേർച്ച വസ്തുക്കളെ കൈകാര്യം ചെയ്യുമ്പോൾ അത്ഭുതമായ രോഗശാന്തിയും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അതായത് നിത്യരക്ഷയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിന്റെ കൃപ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. അപ്പം എഫേസോസ് 2:8 എന്താണെന്നുള്ളത് പറഞ്ഞു തരാം മോനെ. എഫേസോസ് 2:8 എന്നുള്ളത് മമ്മി പറഞ്ഞു തരാം. കുറച്ച് ഏറ്റവും വിളിക്കോ. വിശ്വാസം വഴി
കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഓക്കെ, വിശ്വാസ പ്രമാണവും അതിനനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉടമ്പടി ഉപ്പ് എന്തിനാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഉടമ്പടി ഉപ്പ് ഒരു നുള്ളു ഉപ്പ് എടുത്ത് നമുക്കൊരു വെള്ളത്തിൽ ഇട്ട് നമുക്ക് കുടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഇത് കലർത്താൻ പറ്റും. അങ്ങനെ ഒരു നുള്ളു ഉപ്പെടുത്താൽ മതി. വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു നുള്ളു ഉപ്പെടുത്താൽ മതി. നമുക്ക് ആ ഒരു നല്ല രീതിയിലുള്ള മാറ്റങ്ങളും സൗഖ്യങ്ങളും നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ പരീക്ഷാ ഹാളിലൊക്കെ പല ആളുകളും സാക്ഷ്യങ്ങളിൽ എടുത്ത് പറയാറുണ്ട്. പരീക്ഷാ ഹാളിലൊക്കെ IELTS OET പോലത്തെ വലിയ വലിയ എക്സാമിനേഷൻസിന് പോകുന്ന ആൾക്കാർ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പം ഓരോ പരീക്ഷകളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ആരും ചവിട്ടാത്ത സ്ഥലങ്ങൾ, പരീക്ഷാ ഹാളിൽ ആരും ചവിട്ടാത്ത സ്ഥലങ്ങളിൽ ഒരു നുള്ളു ഉപ്പിടാം. അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആ ഒരു പരീക്ഷാ പേപ്പറിലൊക്കെ ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു വെച്ചാൽ ഒരുപാട് ഇടുന്നില്ല, ഒരു തരിയൊക്കെ ഉപ്പ് നമ്മൾ ഇട്ടാൽ മതി. വിശ്വാസത്തോടെ ഇട്ടാൽ മതി. നമുക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കും കേട്ടോ. അപ്പം നമ്മൾ ഉടമ്പടി ഉപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് സേവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മളിത് കൈകാര്യം ചെയ്യണം. നമ്മൾ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് ഉടമ്പടി ഉപ്പ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ മിന്നിക്കുട്ടി കാണിച്ചത് പോലെ ഇതാണ് ഉടമ്പടി ഉപ്പ്. ഇനിയുള്ളത് മൂന്നാമത്തെ കാര്യം എന്താണ് കുഞ്ഞു? മാതാവിന്റെ ഉടമ്പടി കാശ് രൂപമാണ്. ഉടമ്പടി കാശ് രൂപം പറഞ്ഞേ. മറ്റേ കൈ പിടിക്കണം. ഇതിനകത്ത് ഈ അകത്ത് ചെറുതായിട്ട് കാണുന്ന കണ്ടോ, ഇതാണ് നമ്മുടെ കാശ് രൂപം. ഇത് നമുക്ക് നമ്മുടെ പല ആളുകളും കൊന്തയിൽ യൂസ് ചെയ്ത് കാണാറുണ്ട്. പക്ഷെ ജോസഫ് അച്ഛൻ, നമ്മുടെ കൃപാസനം പള്ളിയിലെ ജോസഫ് അച്ഛൻ പറയുന്നത് നിങ്ങളിത് ഒരു ചെപ്പിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലോ ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റൂല. അങ്ങനെ വിശുദ്ധമായി സൂക്ഷിച്ച് വെക്കണം. കാരണം ഇതൊരിക്കലും കാശുരൂപം നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. കാരണം കാശുരൂപം അത്രയും വിശിഷ്ടമായ ഒന്നാണ്. മോനെ കൈ പിടിച്ച് താഴെ കളയരുത്. കാശുരൂപം എന്താന്ന് വെച്ചാൽ നമ്മുടെ കൃപാസനം മാതാവ് എന്ന് പറയുന്നത് സഞ്ചാരി മാതാവാണ്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഒപ്പം യാത്ര ചെയ്ത് സഞ്ചരിച്ച് നമ്മളെ കാത്തു പരിപാലിക്കാൻ കഴിവുള്ള ആളാണ് നമ്മുടെ കൃപാസന മാതാവ്, സഞ്ചാരി മാതാവ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് ഈ കാശ് രൂപ നമുക്ക് കയ്യിൽ കൊണ്ടുപോകാം. ഓക്കെ, നമ്മളിപ്പം ഇതുപോലെ നമ്മൾ ഈ പരീക്ഷാ സെന്ററുകളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉള്ളപ്പോൾ നമ്മൾ ഏതൊരു സ്ഥലത്തേക്കാണോ നിങ്ങൾ പോകുന്നത്, നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ഒരു കേസിന്റെ ആവശ്യമായിട്ട് പോകുന്ന സ്ഥലമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക നിങ്ങൾ ആദ്യമായിട്ട് ഒരാളെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലം വിട്ടു പോകണം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ കാശുരൂപങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെതായ കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മാതാവിന്റെ കാശുരൂപം നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടു നടക്കാവുന്നതാണ്. കൊന്തയിലൊക്കെ ഇട്ട് കാശുരൂപം സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു കാരണവശാലും കാശുരൂപം നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ, അത് സൂക്ഷിക്കുക. അപ്പം എല്ലാവരും ഈ കാശുരൂപം മാത്രമായിട്ടാണ് എടുത്ത് കൊണ്ടു നടക്കുന്നത്. പക്ഷെ നമ്മൾ എങ്ങാനും കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയാലോ എന്ന് പേടിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഈ മാതാവിന്റെ രൂപത്തോടൊപ്പം തന്നെ ഈ കിറ്റ് പൊട്ടിക്കാതെ തന്നെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് കേട്ടോ. മനുഷ്യനൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് പോക്കറ്റിൽ ഇതിങ്ങനെ ഇട്ടുകൊണ്ട് പോകും. ഇപ്പൊ ഞാൻ പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ ബാഗിലോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ഇത് കൊണ്ടുപോകും. അപ്പൊ നമുക്കൊരു ഉടമ്പടി എടുക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി ഒരു ഉടമ്പടിയാണ്. അപ്പൊ നമുക്ക് ഒരു കാശ് രൂപയെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരാളുടെ കൊന്തയിലിട്ട് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഇടാൻ പറ്റാതെ വരും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുപോവാണ് ചെയ്യുന്നത് കേട്ടോ. താഴെ കളർ പിടിച്ച മോനെ. അപ്പം ഉടമ്പടി കാശുരൂപം എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ മാതാവിന്റെ പ്രസൻസ് ആണ്. അതായത് ദൈവകുമാരന്റെ, അതായത് പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ പ്രസൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പം പെട്ടെന്ന് നമ്മൾ ആ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി തരും. അതുപോലെ നമ്മൾ രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ രോഗത്തിൽ കിടക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ തലയിണ കീഴിൽ വെച്ച് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള സമാധാനവും എന്താ പറയാ ഒരു ആശ്വാസമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ നമുക്ക് എന്താ പറയാ, നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകാവുന്നതാണ്. നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് സഞ്ചാരി മാതാവിന്റെ ഈ ഒരു കാശുരൂപം. അതുകൊണ്ട് അത് മറന്നു പോകരുത് കേട്ടോ. അപ്പം അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള 3 നേർച്ച വസ്തുക്കൾ നമുക്ക് വരുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് നമ്മുടെ 2 തിരികളാണ്. ഒരു നീലത്തിരിയും ഒരു പച്ചത്തിരിയും. പൊന്നു താഴെ കളയാതെ പിടിച്ചു അത് പിടിച്ചു അമ്മിത്തര. നീലത്തിരിയും പച്ചത്തിരിയും കാണിച്ചു കൊടുത്തേ. അവിടെ ഇരുന്നോണ്ട് കാണിച്ചാൽ മതി. കാണിച്ചു കൊടുത്തേ. നീലത്തിരിയും പച്ചത്തിരിയും. അപ്പൊ അതായത് നമ്മൾ ഈ നീലത്തിരി, ആ തിരികൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കളായ കൃപാസനം പൊന്നു അടങ്ങിയിരുന്നേ മോനെ. കൃപാസനം ആരാധനയിൽ വെഞ്ചരിച്ച കൃപാസനം സ്റ്റാളിൽ ലഭിക്കുന്ന ഉടമ്പടി നേർച്ച പാക്കറ്റിലെ പരിശുദ്ധ അമ്മയെ അനുസ്മരിക്കുന്ന ആകാശ നീല നിറമുള്ള മെഴുകുതിരി. പൊന്നു ഇത് നോക്കി കാണിച്ചേ. ഈ മെഴുകുതിരി
പൊന്നു നീല മാത്രം കാണിച്ചു, മമ്മി കാണിച്ചതാ. നീല മെഴുകുതിരി കാണിച്ചു കൊടുത്തേ. ആകാശ നീല നിറമുള്ള മെഴുകുതിരി എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുൻപേ എഴുന്നേറ്റ് കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലേണ്ടതാണ്. ഈ നീല മെഴുകുതിരി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താണ്, എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ. ഓക്കെ. പിന്നെ ഈ പച്ച മെഴുകുതിരി കാണിച്ചു കൊടുത്തേ മോനെ. ഈ പച്ച മെഴുകുതിരി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. മറന്നു പോകരുത് കേട്ടോ. അപ്പൊ വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ പച്ച മെഴുകുതിരി നമ്മൾ കത്തിച്ചത് ചൊല്ലേണ്ടത്. ഓക്കെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഉപവാസം എന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഉടമ്പടിക്കകത്തുള്ള ഒരു കാര്യമാണ് ഉപവാസം എടുക്കുക. അപ്പൊ മാതാവിന്റെ ദിവസങ്ങളായിട്ടുള്ള ശനിയാഴ്ചയോ ബുധനാഴ്ചയോ നമുക്ക് ഉപവാസം എടുക്കാം. ചില ആളുകൾ ഉപവാസം എടുക്കുമ്പം ഒരു നേരം മാത്രം കഴിച്ച് ബാക്കി നേരങ്ങളിൽ ഉപവാസം എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് തൃഷ്ണതയുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കും, നല്ല കാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വർജിക്കുക. ഇപ്പൊ രാവിലെയും രാത്രിയും കഴിച്ചിട്ട് ഉച്ചക്കത്തെ കഴിക്കാതിരിക്കുക, അങ്ങനെ. അല്ലെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും കഴിച്ച് രാത്രിക്കത്തെ കഴിക്കാതിരിക്കുക, അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരം മാത്രം എന്നുള്ള രീതിയിൽ ഉപവാസം എടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം അതാണ് ഉപവാസത്തെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പം ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അത് എടുത്താൽ മതി. അപ്പം ഞാൻ വളരെ ചുരുക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കല്ല കാര്യങ്ങളും പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാതാവിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നേർച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഉപ്പായിക്കോട്ടെ, തൈലമായിക്കോട്ടെ, നമ്മൾ കാശുരൂപമായിക്കോട്ടെ, നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് അവിടുന്ന് അച്ഛൻ തരുന്ന അല്ലെങ്കിൽ അവിടുന്ന് പള്ളിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. പള്ളിയുടെ വെളിയിൽ ഇതുപോലെ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഈ ഉടമ്പടി വസ്തുക്കളാണെന്ന് വിചാരിക്കരുത്. ഉടമ്പടി എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വെഞ്ചരിച്ച ഈ വസ്തുക്കൾ കിട്ടുന്നത്. അച്ഛൻ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് കിട്ടുന്ന ഉപ്പ്, തൈലം, കാശുരൂപം എന്നിവ നമ്മൾ യൂസ് ചെയ്ത് വിശ്വസിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെതായ ബലം ഉണ്ടാകുന്നത്. മറന്നു പോകരുത് കേട്ടോ. പൊന്നു, നമുക്ക് മാതാവിന്റെ ഒരു പാട്ട് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. നമ്മുടെ ചാനലിലെ നമ്മുടെ ലൈവില് നമ്മളൊരു പ്രിയപ്പെട്ട സഹോദരൻ എപ്പോഴും ആവശ്യപ്പെടുന്ന മാതാവിന്റെ ഒരു പാട്ടുണ്ടായിരുന്നേ, കനിവിന്റെ അമ്മയെ കാരുണ്യനാഥി. ആ പാട്ട് പാടി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ പൊന്നു. കനിവിന്റെ അമ്മേ കാരുണ്യനാഥി കൃപാസനനാഥി മറിയാംബികേ വരദാനവാദിനി ജപമാലറാണി ആവേ 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 മറിയ ആവേ 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 മറിയ കനിവിന്റെ അമ്മേ കാരുണ്യനാഥി കൃപാസനനാഥി മറിയാംബികേ. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് ബൈ. മാതാവിന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. ഒരുപാട് സ്നേഹം. കൃപാസന മാതാവ് കൂടെ തന്നെ ഉണ്ടാവട്ടെ.